അല്ലാഹുവിനോടുള്ള വിനയം കൊണ്ട് അവിടുത്തെ തല താഴ്ത്തിയാണ് വരുന്നത്. മറ്റു മുദ്രാവാക്യങ്ങൾക്ക് പകരം തക്ബീർ ചൊല്ലുകയാണ്, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, അല്ലാഹുവിനെ പുകഴ്ത്തി പറയുകയാണ്, അല്ലാഹുവിന്റെ ബഹുമാനത്തിന്റെ വാക്കുകൾ കൊണ്ട് അല്ലാഹുവിന്റെ സ്മരണയിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. സ്വഹാബത്ത് കുറെ കാലമായി പരീക്ഷണം അനുഭവിക്കുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ക്രൂരമായ പീഡനങ്ങൾ പേറിയ കാലങ്ങളാണ് സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിലുള്ളത്. ഇതൊക്കെ കഴിഞ്ഞ പശ്ചാത്തലം കഴിഞ്ഞിട്ട് വരുന്ന സ്വഹാബത്ത് കാലങ്ങളായി കാത്തിരുന്ന മക്കയുടെ വിജയത്തിന്റെ മധുരം അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായ സന്തോഷത്തിന്റെ ആ പ്രകടനങ്ങളിൽ മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, അൽയൗം യൗമുൽ മൽഹമാ അൽയൗം തുസ്തഹല്ലുൽ കഅബ. പറഞ്ഞുപോയ അൽയൗം യൗമുൽ മൽഹമാ, ഇന്നേ ദിവസം കശാപ്പിന്റെ ദിവസമാണ്, പ്രതികാരത്തിന്റെ ദിവസമാണ്, ഇന്ന് ചോരപ്പുഴ ഒഴുക്കാനുള്ള ദിവസമാണ്. ഇത്ര കാലം എത്ര ആളുകളെ കൊന്ന് കൊല വിളിച്ച് നടക്കുകയാണ് ഈ മക്കയിൽ പ്രവേശിക്കുന്നവർ. അതൊക്കെ അപ്പുറത്തെ വീടുകൾ ഒളിച്ചിരിക്കുക. മുസ്ലിമീങ്ങളെ കൊന്നവർ, വഞ്ചിച്ചു കൊന്നവർ, കശാപ്പ് നടത്തിയവർ, സ്വഹാബികളെ കൊന്നവർ, ഹാഫിളീങ്ങളെ കൊന്നവർ, ക്രൂരമായ പീഡനങ്ങൾ നടത്തിയവർ, കുന്തം കൊണ്ട് ഗുഹ്യാവയത്തിലേക്ക് കുത്തിയാക്കി പീഡിപ്പിച്ചവർ, ചങ്കിലേക്ക് കടാരയിലേക്ക് പീഡിപ്പിച്ചവർ, ഇതൊക്കെ ഉള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലുള്ളൂ. ആ വിജയത്തിന്റെ അന്തരത്തിൽ മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയി, അൽയൗം യൗമുൽ മൽഹമാ, ഇന്ന് കശാപ്പിന്റെ ദിവസം. ഇന്ന് കാണാം അൽയൗം തുസ്തഹല്ലുൽ കഅബ, ഇന്ന് കഅബയിൽ ഞങ്ങൾ പോരാട്ടങ്ങൾ നടത്തി പിടിച്ചെടുക്കും. ഇതാരറിഞ്ഞു? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് അൻസ്വാരികളുടെ കൊടിയുള്ളത്. അൻസ്വാരികളുടെ നേതൃത്വത്തിന്റെ രണ്ട് ഭാഗമാണ്, അൻസ്വാരികളും മുഹാജിറുകളും. അൻസ്വാരികളുടെ കൊടിയുള്ളത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ വിട്ടു, അലി റളിയല്ലാഹു അൻഹു വിട്ടു. ആ കൊടിയുമാണ് ആവശ്യഘട്ടത്തിൽ ചിലപ്പോൾ ചില ആളുകളുടെ കൈകളിൽ നിന്ന് അധികാരവും നിയന്ത്രണവും തിരിച്ചു വാങ്ങേണ്ടി വരും. അത് പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് അത്രകാലം ദീനി സേവനം ചെയ്തു വന്ന ആളുകൾ എന്ന നിലയ്ക്ക് സഅദ് തങ്ങൾക്ക് വിഷമാവാനും പാടില്ല. അത് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രൻ ആ മകന്റെ കൈകളിലേക്ക് കൂടി കൊടുത്തു. സഅദ് മനസ്സിൽ ഒരു ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതി. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് കശാപ്പിന്റെ ദിവസമല്ല, ഇന്ന് കശാപ്പിന്റെ ദിവസമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ഭരണാധികാരികൾ ഭരണത്തിലെത്തിയാൽ എന്തെല്ലാം മുദ്രാവാക്യങ്ങളാണ് മുഴക്കാറുള്ളത്. ഇനി ഞങ്ങൾ കാണിച്ചു തരാം പ്രതികാരത്തിന്റെ വാക്കുകൾ, അനുയായികളെ ഇളക്കി വിടുന്ന വാക്കുകൾ. എത്രയോ ഭരണാധികാരികളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ലോകതലത്തിൽ പോലും ഇസ്രായേലി ഭരണാധികാരികൾ സാധുക്കളായ ഫലസ്തീനികൾക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്നതും അവർ ഉയർത്തിപ്പിടിക്കുന്നതും ധ്വംസനത്തിന്റെ വാക്കുകളാണ്. വാസ മുഴുവനും തുടച്ചു നീക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്നും അവർ നടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയാണ് യുദ്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഞങ്ങൾ തകർക്കും, നശിപ്പിക്കും, കൊന്നുകളയും, തുടച്ചു നീക്കുമെന്ന വാക്കുകൾ നേതൃത്വത്തിൽ നിന്ന് വരുന്നത്. അതാ തുടച്ചു നീക്കൽ, ശാരീരികമായ തുടച്ചു നീക്കലുണ്ട്, കായികമായ തുടച്ചു നീക്കലുണ്ട്, രാഷ്ട്രീയമായ തുടച്ചു നീക്കലുണ്ട്, ആശയപരമായ തുടച്ചു നീക്കലുണ്ട്. എന്നാൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വരുന്ന പ്രയോഗം നോക്കണേ. ഒരിക്കലും വ്യക്തിപരമായ ഒരു പ്രകോപനത്തിന്റെ വാക്ക് വരുന്നില്ല. യൗമുൽ മൽഹമാ, ഇന്ന് പ്രതികാരത്തിന്റെ കശാപ്പിന്റെ കൊലയുടെ ദിവസമാണെന്ന് മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തിരുത്തുന്നത് അൽയൗം യൗമുൽ മർഹമാ, ഇന്ന് കരുണയുടെ ദിനമാണ്, ഇന്ന് കരുണയുടെ ദിനമാണ്.
ഇന്ന് കരുണയുടെ ദിനമാണ്. പേടിക്കണ്ട. കഅബയിൽ ഞങ്ങൾ കയറി അവിടെ ആക്രമണം നടത്തി പിടിച്ചെടുത്തു എന്ന വാക്ക് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. ചിലപ്പോൾ നാട്ടിലേക്ക് പള്ളി പ്രശ്നം ഉണ്ടായാൽ കാണിച്ച പള്ളി ഞങ്ങൾ കൂട്ടി. പള്ളി മുഅദ്ദമാണ്, ആദരിക്കപ്പെടേണ്ടതാണ്. ഇന്നവിടെ നിസ്കാരം നടക്കുമോ നോക്കാം, ഞങ്ങൾ കൊടുത്ത ഇമാമിന്റെ നിസ്കാരം നടക്കുമോ നോക്കാം. അല്ലെങ്കിൽ പള്ളിയിൽ പ്രശ്നമാക്കുന്ന ആൾക്കാർ. എന്നാൽ പള്ളികളിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ള കഅബ, ആ കഅബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് ഉപയോഗിച്ചപ്പോൾ കഅബയെ പറ്റിയ സ്ഥലമല്ല, പോരാട്ടത്തിന്റെ സ്ഥലമല്ല, പോരാട്ടം നടത്തി പിടിച്ചെടുക്കേണ്ട സ്ഥലമല്ല, രക്തം ചിന്തേണ്ട സ്ഥലമല്ല, ഭിന്നിപ്പിന്റെ സ്ഥലമല്ല, സംഘർഷത്തിന്റെ സ്ഥലമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽയൗം തുഅല്ലമുൽ കഅബ, ഇന്നേ ദിവസം കഅബ ആദരിക്കപ്പെടുന്ന ദിവസമാണ്, കഅബക്ക് അർഹമായ ആദരവ് ലഭിക്കുന്ന ദിവസമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. ഈ സമയത്ത് നോക്കി നിങ്ങൾ, റസൂലുള്ളാഹിന്റെ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നവർ, പ്രിയപ്പെട്ടവരെ കൊന്നവർ, ബിലാലിനെ പീഡിപ്പിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സ്വഹാബിമാരെ കശാബ് ചെയ്തവർ, ക്രൂരമായ വേദനകൾ സമ്മാനിച്ചവർ എല്ലാം അവിടെയുണ്ട്. എന്നിട്ട് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം അവിടെ കടന്നു വരുന്നില്ല. അല്ലാഹുവിന്റെ താല്പര്യം, അല്ലാഹുവിന്റെ തീരുമാനം, അല്ലാഹുവിന്റെ നിർദ്ദേശം അവസാന ഘട്ടങ്ങളിൽ വരെ പരിഗണിക്കുകയാണ്. ശത്രുക്കളൊക്കെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഇപ്പൊ ഞങ്ങളെ കൊല്ലും, എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളുമായി സജ്ജമാണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അവിടെ സജ്ജമാണ്. സ്വഹാബത്ത് മുഴുവനും സജ്ജമാണ്. അലി റളിയല്ലാഹു അൻഹുവിന് നിർദ്ദേശം കിട്ടിയാൽ മതി, കാത്തിരിക്കുകയാണ്. ശത്രുക്കൾക്ക് പേടിയുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉമർ കൂടെ അപ്പുറത്ത് ഓപ്പോസിറ്റിനാണുള്ളത്. പോരാളിയായ ചുറുചുറുക്കുള്ള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരുടെ കൂടെയാണുള്ളത്. എന്തും സംഭവിക്കാം. ഭയവിഹുലമായ നിമിഷങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരൊറ്റ വാക്കാണ് ചോദിച്ചത്, യാ അഹ്ല മക്ക, മക്കക്കാരെ, മാ തറൗന അന്നി ഫാഇലുൻ ബികും. ഇത്ര കാലം അവരുടെ മനസ്സിലൊക്കെ ഓർമ്മകൾ വന്നിട്ടുണ്ടാകും. ഞങ്ങൾ അങ്ങോട്ട് പീഡിപ്പിച്ചത്, ഇടങ്ങേറാക്കിയത്, പ്രയാസപ്പെടുത്തിയത്, ഈ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ആട്ടി ഓടിച്ചത്, മക്കയിലേക്ക് കടക്കാൻ സമ്മതിക്കാതിരുന്നത്, റസൂലുള്ളാഹിയും സ്വഹാബത്തുമുള്ള ആ പ്രദേശത്തിന് ചുറ്റും ഉപരോധങ്ങൾ നടത്തിയിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ചരിത്രത്തിൽ കാണാം. ആടുകൾ കാഷ്ടിക്കുന്ന പോലെ പച്ചിലകൾ മാത്രം കഴിച്ചതിന്റെ പേരിൽ, ആഴ്ചകളോളം പച്ചിലകൾ മാത്രം കഴിച്ചതിന്റെ പേരിൽ ആടുകൾ കാഷ്ടിക്കുന്ന പോലുള്ള കാഷ്ടം ആയിരുന്നു വിസർജ്യമായി പുറത്തു വന്നിരുന്നത്. അത്രയധികം മുത്തുനബി തങ്ങളുടെ അനുയായികളെ പീഡിപ്പിച്ചു. അതൊക്കെ മനസ്സിൽ ഓർമ്മകളായി വന്നിട്ടുണ്ടാകും. കൊലപാതകം ചെയ്തതും വഞ്ചിച്ചതും എറിഞ്ഞോടിച്ചതും ഒക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. ഇപ്പൊ എല്ലാ അധികാരങ്ങളും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ട്. ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, മാ തറൗന യാ അഹ്ല മക്ക, മക്കക്കാരെ, മാ തറൗന അന്നി ഫഅഇലുൻ ബികും. എല്ലാ ശിക്ഷയ്ക്കും അർഹരായ ആളുകളാണ്, പ്രതികാരത്തിന് അർഹരായ ആളുകളാണ്. ഞാൻ നിങ്ങളോട് എന്താണ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, ഖൈറാൻ, ഖൈർ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അഹ്ഉൽ കരീം, മാന്യനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഞങ്ങൾ എന്നിൽ നിന്ന് മാന്യത മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബൂ ഫഅൻതും തുലഖാ, ഒരു പ്രതികാരവും ലാ തസ്രീബ അലൈക്കുമുൽ യൗം. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, തന്നെ ദ്രോഹിച്ച സഹോദരങ്ങളോട് പറഞ്ഞ പോലെ, ഇന്ന് പ്രതികാരങ്ങളുടെ ദിവസമല്ല, അൽയൗം യൗമുൽ മർഹമ, ഇന്ന് കരുണയുടെ ദിവസമാണ്. നിങ്ങൾ നിരുപാധികം നിങ്ങൾക്ക് മോചനം നൽകിയിരിക്കുന്നു. പോകാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മാനവികമായ പ്രകാശങ്ങൾ സമ്മാനിക്കുന്ന സംഭവമാണ്.